ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഞാനൊരു ഇൻട്രോ പറഞ്ഞിട്ട് 5 മാസമായി, 4 മാസം കഴിഞ്ഞു. 4 മാസമായി നമ്മുടെ ചാനലിലൊരു വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോണ്. ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കൊല്ലങ്കോടാണ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് നിഖിലേട്ടൻ. ഹായ്. നിഖിലേട്ടനൊരു ചാനലുണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിഖിലേട്ടൻ ആ ചാനൽ വഴിയില്ല കേട്ടോ, ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സാണ്. ഞങ്ങൾ നെമ്മാറയാണ് നിഖിലേട്ടൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ്. കൊല്ലങ്കോട് ഏകദേശം ഫേമസായ സ്ഥലം, ഫേമസായി. നമ്മൾ ഫേമസ് ആവുന്നതിന് മുന്നേ തന്നെ ഒരുപാട് എന്താ പറയുക പ്രശസ്തിയൊക്കെ വന്നു അല്ലേ, ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇവിടെ. അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതിന് മുന്നേ നമ്മൾ ഒരുപാട് കൊല്ലങ്കോട് കണ്ടാണ്. എത്രയോ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയണം, അത് കാണാത്തവർ കാണാം. അന്നൊന്നും ഈ ഇല്ലേ സമാധാനം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരുപാട് തിരക്കായിട്ട് അവിടെ, നല്ല തിരക്കായി ഇവിടെ, ടൂറിസ്റ്റുകളുടെയും നല്ല തിരക്കായി. ഇപ്പോൾ അതാ നമ്മുടെ പാടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കൊല്ലങ്കോടിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടാൽ അറിയാം ഈ ഒരു കുടിൽ. ഇത് നമ്മൾ പണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇൻട്രോ പറഞ്ഞത്. ആ ദൂരത്ത് നിന്ന്, അത് റോഡാണ്, അവിടെ നിന്നാണ് ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുടിലാണ് പല സിനിമകളിലും ഒക്കെ ലൊക്കേഷനായിട്ടുള്ള കുടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിനിമ ലൊക്കേഷനല്ല, അപ്പോൾ ഓണത്തോടനുബന്ധിച്ച്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ ഞാൻ നേരുന്നു. തിരുവോണത്തിനൊരു വീഡിയോ ഇടാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ശ്രീജിത്ത് വ്ലോഗിൻ്റെ വക കേട്ടോ. അപ്പോൾ കൊല്ലങ്കോടിന് ഒരു വെറൈറ്റി സ്ഥലം. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊല്ലങ്കോട് ഇപ്പോൾ എല്ലാം പ്രശസ്തമാണ്. കേരളമാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പ്രശസ്തമാണ് കൊല്ലങ്കോട് അല്ലേ. 10 മികച്ച ഗ്രാമങ്ങളിൽ ഒന്ന് കൊല്ലങ്കോട് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ കൊല്ലങ്കോടല്ല കാണുന്നത്, നമ്മൾ കൊല്ലങ്കോട് ഒരുപാട് കണ്ടാണ്. ഇനി അതിലും വെറൈറ്റി ആയിട്ടൊരു സ്ഥലമുണ്ട് കൊല്ലങ്കോടിൻ്റെ അടുത്ത്. അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ കൊല്ലങ്കോട് ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. ബാക്കി ഞാൻ കഴിഞ്ഞിട്ട് കാണും. കൊല്ലങ്കോട് മൊത്തം ഞാൻ ചിങ്ങഞ്ചിറ അവിടേക്ക് ഒന്ന് പോകുന്നുണ്ട്, അപ്പോൾ കാണും. അപ്പോൾ ഞാൻ പറയാം ബാക്കി. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സ്ഥലങ്ങളെല്ലാം കെട്ടി ഇതാക്കിയിട്ട്, കാരണം ഒരു മുള്ളുവേലിയൊക്കെ കെട്ടി ഇതാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ വന്നിട്ട് ഈ പാടങ്ങളിലൊക്കെ ഇറങ്ങുന്നു. അപ്പോൾ ഈ പാടങ്ങളൊക്കെ ഭംഗി കണ്ടോ, ഈ ഭംഗിയൊക്കെ അവർ കർഷകർ നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങോട്ട് ആരും അധികം ഇറങ്ങാതെ ഈ ഇതൊക്കെ കതിരൊക്കെ കൈ കൊണ്ട് തട്ടി അങ്ങനെ പോകും. അപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ വരുമ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വരിക. അതായത് നമ്മൾ ഒരു കച്ചറമാരി വരാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് വന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഒരു സാമൂഹ്യ ബോധത്തോടുകൂടി വരിക, പെരുമാറുക. ഇതാണ് എനിക്ക് കൊല്ലങ്കോടിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, ഒരുപാട് പേര് ചെയ്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ആ സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കൊല്ലങ്കോട്ടത്തെ ജസ്റ്റ് പ്ലേസസ് ഒന്ന് കാണുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടെന്നുള്ള എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ജസ്റ്റ്. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുടിലിൽ കുറച്ച് നേരം ഇരുന്നിട്ട്, ഇന്ന് നമ്മൾ റിലാക്സ് ആയിട്ട് ഓണം വീഡിയോ ചെയ്യാൻ വിചാരിച്ച് തന്നെ വന്നതാണ്. അപ്പോൾ കുടിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് അല്ലേ നീലേട്ടാ? അങ്ങനല്ലേ, നീലേട്ടൻ്റെ കൂടെ ഞാൻ കുറേ നെമ്മാറ വേലയ്ക്കാണ് നീലേട്ടൻ്റെ കൂടെ കൂടാറുള്ളത്. നീലേട്ടൻ്റെ അതെ. അപ്പോൾ നീലേട്ടനും ഞാനും ഒക്കെ കൂടി ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒരു പ്രത്യേക ഫീൽ കേട്ടോ. ഇവിടെ എന്താ പറയുക, ആ മലനിരകൾ കണ്ടോ ഇവിടെ നോക്കുമ്പോൾ സൂപ്പർ. ഈ കുടിലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ മലനിരകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭംഗിയാണ്. പണ്ടും ഇതുണ്ടായിരുന്നു, അന്നും ഈ രസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തിരക്ക് കൂടി, അതാണ്. ഇതാ അവിടെ വേറൊരു കുടിലുണ്ട് ഇതേ ആ ഭാഗത്ത്. അപ്പം എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ആ സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങാം. ഇത് കൊല്ലങ്കോട്, ഞാൻ പറഞ്ഞ സ്ഥലം കൊല്ലങ്കോട് അല്ല, മുതലമടയിലാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇൻട്രോ അവിടെ നിന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വിടാം അല്ലേ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി, പോണ വഴിക്കിട്ടാ. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ എത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതൊരു കുളമാണ്, ചിറ എന്നൊക്കെ പറയും അല്ലേ? ചിറ എന്ന് പറയും. ഇതാണ് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ. നെല്ലിയാമ്പതി തന്നെയല്ലേ വരിക? ഇത് സിതാർകുണ്ട് മലനിരകളുടെ വ്യൂ കണ്ട. ഈ ഒരു കുളവും ഈ ഒരു വ്യൂ ഒക്കെ ആയിട്ട് എന്താ ഭംഗി, കിടിലൻ. മാവിൻ തോട്ടങ്ങളും. മുതലമടയാണ് സ്ഥലം, കൊല്ലങ്കോടല്ല. അതായത് കൊല്ലങ്കോട് നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു. കൊല്ലങ്കോട് എല്ലാവരും വിസിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ വെറൈറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഉൾനാടൻ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം കൊല്ലങ്കോടൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. സിനിമാ ലൊക്കേഷൻസിൻ്റെ ആയാലും ശരി, അല്ലാതെ പ്രകൃതി ഭംഗിയാണെങ്കിൽ ശരി, ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പോണ വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കാണിച്ചതാണ്. ഇവിടെ ഒരു പ്രത്യേകതകൾ കുറേ ഉണ്ട്. അതായത് വീട്, അതായത് ചെറുതായിട്ട് ഈ
മാവിൻ തോട്ടങ്ങൾ നോക്കാൻ താമസിക്കുന്നവർ ചെറിയ റൂമായിട്ട് ഒറ്റ റൂമായിട്ട് കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ കണ്ടു. ഒരുപാട് മാവിൻ തോട്ടങ്ങളുണ്ട്. എന്തായാലും മുതലമട ഓൾറെഡി മാന്തോപ്പുകൾക്ക് ഫേമസ് ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടാം അല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ നിഖിലേട്ടനും കൂടി ഞങ്ങളിതാ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെ എത്തി. വെള്ളാരംകടവ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ എത്തിയത്. ഞങ്ങളിപ്പോൾ ഇത് മുതലമടയിലാണ് ഈ സ്ഥലമുള്ളത്. അതായത് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. അതായത് ആ മലയുടെ തൊട്ട് താഴെയായിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ ഇവിടെ കുറേ കോളനികളൊക്കെ ഉണ്ട്, കോവിലുകളുണ്ട്, ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. നമ്മുടെ കൊല്ലംകോടിൽ പോകുന്ന ആ ചേട്ടൻ്റെ ഹോട്ടൽ ചെല്ലപ്പേട്ടൻ്റെ കട ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ചിങ്ങൻചിറയൊക്കെ പോകുമ്പോൾ ഫേമസ് ആയതാണ് അല്ലേ. ചിങ്ങൻചിറ പോകുമ്പോൾ ആൾക്കാർ കണ്ട് ഫേമസ് ആയതാണ്. അതുപോലെ ഇപ്പോൾ നീലേട്ടൻ ഇവിടെ ഒരു കട കാണിച്ചു തന്നു. അത് ഓലപ്പുര അല്ലെങ്കിലും സാധാരണ ഒരു വീട്ടിലെ ഒരു കടയാണ്. അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റി സ്ഥലങ്ങളാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരണമെന്ന് ഉദ്ദേശിച്ച വെള്ളാരംകടവ് എന്ന് പറയുന്ന സ്ഥലം. വഴി ഇതിൽ കൂടെ അല്ലേ. ഇതെന്താ വെച്ചാൽ നീലേട്ടന് മുമ്പ് വന്നിട്ടുണ്ട്. നീലേട്ടൻ്റെ ചാനലിൽ അടിപൊളി എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നീലേട്ടൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കൂടി വന്നിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇവിടെ വരുമ്പോൾ മഴക്കാലത്ത് വരണം. മഴ ഇല്ല ഇപ്പോൾ. മഴക്കാലമാണെങ്കിലും മഴയില്ലല്ലോ ഇപ്പോൾ അവിടെ. മഴ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു മൂഡ് ആസ്വദിക്കാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതാവാൻ വേണ്ടി വന്നതാണ്. ഞാൻ നീലേട്ടനോട് വന്ന് ഇതാവാൻ. അപ്പോൾ ഈ സ്ഥലമൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ അവിടെ ഈ വഴി കൂടെ നടന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മലയുടെ കൂടി കാണിച്ചു തരാം. മല ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള സ്ഥലമാണ് കാണിച്ചു തരാം. അവിടെയാണ് ചുള്ളിയാർ ഡാം വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും 4 ഭാഗവും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ മൊത്തം മാന്തോപ്പുകൾ അല്ലേ. അതാ പൈക്കളും പെയ്യുന്നു. ചുള്ളിയാർ ഡാം, നെല്ലിയാമ്പതി മലനിരകളെ കബഡി അതാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. നീലേട്ടാ പ്രത്യേകം നന്ദി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന്. സൂപ്പർ സ്ഥലം കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ചുള്ളിയാർ ഡാം, അതാ കാണുന്നത് ചുള്ളിയാർ ഡാമിൻ്റെ ഷട്ടറാണ്. അത് ഫ്രണ്ട് പോർഷൻ അപ്പുറത്താണ്. ചുള്ളിയാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറത്ത് ഇത്രയും കാറ്റൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ തണുപ്പ്. പിന്നെ നീലേട്ടൻ ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ച് വരുന്നു. നീലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കണം. അതായത് ആരും ഇല്ലാണ്ട് കാമായിട്ട് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഞാനിപ്പോൾ അത് പറഞ്ഞതില്ല നീലേട്ടാ. നമ്മൾ വരുമ്പോൾ കൊല്ലംകോട് ഞാൻ പണ്ട് വരാറുള്ളത് ഈ ഭംഗി കാണാനും ഒറ്റപ്പെട്ട് നമുക്ക് കാമായിട്ട് ഇരിക്കാനും ഒക്കെ വരാറുണ്ട്. നമ്മൾ ഒരുപാട് സിനിമാ ലൊക്കേഷനുകൾ കൊല്ലംകോട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ അല്ലാതെയും വെറുതെയും വരാറുണ്ട് കൊല്ലംകോട്. ഈ ഒരു കാംനെസ് ആസ്വദിക്കാനും തന്നെ. അത് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ പോയാലും നമുക്ക് കിട്ടും. അതുപോലൊരു സ്ഥലമാണ് കൊല്ലംകോട്. കൊല്ലംകോട് മാത്രം പറയുന്നില്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. പാലക്കാട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇതേമാതിരി. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ കൊല്ലംകോട് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു. നമുക്ക് ആ ഒരു കാംനെസ് ഒക്കെ പോയതായിട്ട് എനിക്കിന്ന് ചെറുതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു സ്ഥലം വെറൈറ്റി സ്ഥലമാണ്. നല്ലൊരു സ്ഥലം, അടിപൊളി. നല്ല എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എത്ര നിന്നാലും മതിയാവില്ല. കാറ്റും ഇതൊക്കെ ആയിട്ട് ആ ഒരു മലനിരകളുടെ ഭംഗി ബാക്കിൽ നല്ല നമ്മൾ കാണുന്ന ആ മലനിരകൾ ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. അങ്ങ് ആ ഭാഗത്താണ് കൊല്ലംകോട് വരിക. പിന്നെ ഈ ഭാഗത്ത് ചുള്ളിയാർ ഡാമിൻ്റെ ഒരു വ്യൂ. വെള്ളമില്ല കേട്ടോ. വെള്ളം ഇല്ലാണ്ട് മഴയില്ലാത്തതുകൊണ്ട് വെള്ളവും കമ്മിയാണ്, വളരെ കമ്മിയാണ്. ഷട്ടറിൻ്റെ അത്രയും വളരെ താഴെയാണ് വെള്ളം. പിന്നെ അതേ മാന്തോപ്പുകൾ അതേ ഇവിടെയുണ്ട് കണ്ടോ. ഇതൊക്കെ മാവിൻ തോട്ടങ്ങളാണ്. അതെല്ലാം എന്താ പറയുക, മാവ് എന്നതിൻ്റെ പര്യായം തന്നെ മുതലുണ്ടെന്ന് പറയാം. ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ആസ്വദിച്ചിരിക്കാൻ എന്താ പറയുക, മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം. നമുക്ക് വേറെ അങ്ങോട്ടും പോകണ്ട. പാലക്കാടിൻ്റെ ഒരു ഭംഗി, ശരിക്കുള്ള ഭംഗി കാണുന്നുണ്ടെങ്കിൽ
ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വന്നിരിക്കണം. പാറ, പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പാറയും എല്ലാം കൂടിയുള്ളൊരു സ്ഥലം. പാറയും പാടവും. വേറെ ഏത് ജില്ലകളിൽ പോയാലും ഇത്ര പാറകളൊന്നും കാണില്ല. പാറയും അതൊക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു അനുഭവങ്ങൾ, അങ്ങനത്തെ ഉള്ള ഗ്രാമീണ അനുഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ അങ്ങനെ കുറച്ച് നേരം കറങ്ങി ഇങ്ങനെ തിരിഞ്ഞിട്ട് നല്ല രസമായിട്ട് കുറച്ച് നേരം കാമായിട്ട് ഇരിക്കാമെന്ന് കൊണ്ട് വന്നാൽ കേട്ടോ. ഈ മലയുടെ ചുവട്ടിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഡാമിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഇരിക്കാമെന്ന് കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കട്ടെ വർത്തമാനം പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മുതലമടയിലെ ഒരു അൺഎക്സ്പ്ലോർഡ് പ്ലേസ്, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം, വെള്ളാരംകടവ് എന്നുള്ള ഈ സ്ഥലത്ത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ്, മഴയില്ലാത്തതുകൊണ്ടാണ് ഇത്. ആ മഴ വന്നൊരു ഫീലും തണുപ്പും ഒക്കെ ആകുമ്പോൾ ഒരു തന്നെ കേട്ടോ. അതായത് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇരിക്കാൻ. ഇവിടെ ഉച്ച സമയത്ത് വന്നാൽ കുറച്ച് ചൂടുണ്ടാവും, പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ ഇങ്ങനെ രസം, ആ ഒരു ഭംഗിയും കാംനെസ്സും ആ കിളികളുടെ സൗണ്ടും എല്ലാം അങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുക. ആ കാറ്റെപ്പോഴും ഉണ്ട്. കാറ്റ് നല്ല ഓപ്പൺ, ആ ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റുണ്ട്. സൂപ്പർ പ്ലേസ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും വെള്ളാരംകടവ് വന്നിട്ട് ഞാൻ നീലേട്ടൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി പറയുന്നു പോവാന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ യാത്ര ഞാൻ എന്തായാലും കുറച്ച് 4-5 മാസത്തോളം വീഡിയോ ചെയ്യാതിരുന്നു. കുറച്ച് പേഴ്സണലായിട്ടുള്ള തിരക്കുകൾ കാരണമാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ലൊക്കേഷൻസ്. ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓണം നന്നായിരിക്കട്ടെ. ഓണത്തിന് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനും പറ്റി. പുതിയൊരു തുടക്കം, അതായത് ഒരു ഗ്യാപ്പിന് ശേഷം ഓണത്തിന് പുതിയൊരു തുടക്കം ഉണ്ട് നമ്മൾ 2023 തിരുവോണത്തിന്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വെള്ളാരംകടവും കാഴ്ചകളും. വെറൈറ്റി സ്ഥലം, കൊല്ലങ്കോടിൽ നിന്നും വ്യത്യസ്തമായിട്ട്. എല്ലാവരും കൊല്ലങ്കോട് എന്ന് പറഞ്ഞിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ കൊല്ലങ്കോടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ, കൊല്ലങ്കോടിൻ്റെ അടുത്ത് തന്നെ അധികാരം കാണാത്തൊരു സ്ഥലം ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, വരുന്നവർ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യണമെന്നല്ല, അവിടെയും ഇവിടെ ഇട്ടിട്ട് പോകാണ്ടിരിക്കുക, കയ്യിൽ വയ്ക്കുക. പിന്നെ എവിടെയും ഡസ്റ്റ്ബിൻ കാണുമ്പോൾ അവിടെ നിക്ഷേപിക്കുക പ്ലീസ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ഇവിടെ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ഫീലായി. അവിടെയൊക്കെ കൊല്ലങ്കോട് വരുന്ന വഴിക്കൊക്കെ ഒന്ന് കണ്ടിട്ട്, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെള്ളാരംകടവെന്ന് നേരെ വെള്ളരിമേടെത്തി. വെള്ളരിമേട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. വെള്ളാരംകടവെന്ന് മുതലമട സൈഡാണ് ഇത്. വെള്ളരിമേട് കൊല്ലങ്കോട് സൈഡാണ്. എലവഞ്ചേരി ആ സൈഡാണ്, ആ ഭാഗത്താണ്. അപ്പോൾ അതും ആ മലനിരകളുടെ തുടർച്ചയായിട്ട് വരുന്ന അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വെള്ളരിമേട്. ഇപ്പോൾ ഇവിടെ ഇത് പണ്ടൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ കടകളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് കടകളായി. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്. ടീ സ്റ്റാളായി. ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന സാധാരണ ഒരു നാട്ടിൻ പ്രദേശമായിരുന്നു, പാലക്കാടൻ നാട്ടിൻ പ്രദേശമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ജില്ലാ ഭരണാധികാരികൾ, കളക്ടറൊക്കെ വന്നിട്ട് ടൂറിസത്തിൻ്റെ ഒരുപാട്, കൊല്ലങ്കോട് ഫേമസ് ആയപ്പോൾ ടൂറിസത്തിൻ്റെ ഒരുപാട് ഇതൊക്കെ ആയപ്പോൾ ഫേമസ് ആയപ്പോൾ അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പോകുന്ന അവിടെ എല്ലാം വൃത്തിയാക്കി വയ്ക്കുക. ഓൾവേസ് ഞാനിപ്പോൾ പിന്നെയും വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊല്ലംകോടിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ പോകുന്നതെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയി, എടച്ചിറ, പിന്നെ അവിടെയും ഒക്കെ പോയി, ചിങ്ങഞ്ചിറ അവിടെയൊക്കെ പോയി. എല്ലാവിടെയും നമുക്ക് കുറേ വേസ്റ്റുകളൊക്കെ അവിടെയും ഇവിടെ ഇട്ട്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മെയിനായിട്ട് മാലിന്യങ്ങൾ ഇട്ടിട്ട് കാണാനുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കണം കേട്ടോ പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. കാരണം എനിക്ക് മുമ്പ് കൊല്ലങ്കോട് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്യാനും അല്ലാതെയും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു ഇവിടെ വന്ന ഒരു സമാധാനം, ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറയുകയാണ്. ഒരു നല്ലൊരു സമാധാനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കൊല്ലങ്കോടിൻ്റെ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടണമെങ്കിൽ കൊല്ലങ്കോട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എനിക്കത് അഭിപ്രായം കുറഞ്ഞു കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് തിരക്കായി. ഞാൻ ആരും കുറ്റം പറയല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നാടിനെ നന്നാക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും വിചാരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് മാക്സിമം നമ്മൾ ഡംപ് ചെയ്യുക, കറക്റ്റായിട്ട് ഡംപ് ചെയ്തിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇതാവുക, ഡ്രിങ്ക്സ് ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതിന് ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ചെയ്യുക കേട്ടോ. ഒരു റിക്വസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വെള്ളരിമേടുന്ന് ഔട്ട്റോ പറയാൻ വിചാരിച്ചു. അപ്പോൾ ഇനിയും സിനിമ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സിനിമ ലൊക്കേഷനുകളുടെ കുറച്ച് വീഡിയോസ് ഇടണമെന്നുണ്ട് കേട്ടോ. ഇനിയും വരുന്നതായിരിക്കും, ഇനിയുള്ള ആഴ്ചകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ലൊക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ശ്രീജിസ് വ്ളോഗിൽ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.